ഗസ സിറ്റിയിൽ നിന്ന് ലക്ഷങ്ങളെ പുറന്തള്ളാനൊരുങ്ങി ഇസ്രായേൽ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നു. ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ആരും സ്വപ്നം കാണേണ്ടതില്ലെന്നും ഹമാസ് നേതാക്കൾക്കെതിരെ ഏത് ഭാഗത്തും ഇനിയും ആക്രമണം ഉറപ്പാണെന്നും നെതന്യാഹു പറഞ്ഞു. 48 പേർ ഇന്ന് കൊല്ലപ്പെട്ടു. പട്ടിണി മൂലം 4 പേർ കൂടി മരിച്ചു. അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകരുതെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയ്ക്ക് നേരെ നടത്തിയ ആക്രമണം പരാജയമെന്ന് സൈന്യം വിലയിരുത്തിയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. MC നാസർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. MC-യെ, ഖത്തർ ഏത് തരത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന് മറുപടി നൽകും എന്ന് നോക്കിയിരിക്കെ തന്നെ ഗസയിൽ ഈ സമയം ഇസ്രായേലിന്റെ ആക്രമണം, ക്രൂരമായ വംശഹത്യാ നടപടി എങ്ങനെ തുടരുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ്. പോയ മണിക്കൂറുകളിലും നിരവധി പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഗസ സിറ്റിയിൽ നിന്ന് അവിടുത്തെ മനുഷ്യരെ പുറന്തള്ളാൻ അവസാനത്തെ നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ആ നീക്കം എങ്ങനെയാണ് അവിടെ നടപ്പാക്കുന്നത്? അത് ഉദ്ദേശിച്ച പോലെ എളുപ്പത്തിൽ സാധ്യമാണോ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇസ്രായേലിന്? സൈഫുദ്ദീൻ, അന്തർദേശീയ സമൂഹത്തിന്റെ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദവും പ്രതിഷേധവും ഒക്കെ നിലനിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഗസ സിറ്റി പിടിച്ചെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള സൈനിക നടപടികൾ കുറെ കൂടി വിപുലമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇസ്രായേൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ടായിരുന്നു സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം നെതന്യാഹു വിളിച്ചു ചേർത്തത്. ആ യോഗത്തിലുണ്ടായിരിക്കുന്ന ധാരണ പ്രകാരം പൂർണ്ണമായിട്ടും പലസ്തീനികളെ ഗസയിൽ നിന്ന് പുറന്തള്ളുക എന്ന ഒരു അജണ്ട ആ യോഗം വിലയിരുത്തുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്ത് സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീർപ്പിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഈ യോഗം എത്തിച്ചേർന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. നെതന്യാഹുവിന്റെ പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിനെതിരെ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിൽ പോലും അവർക്കെതിരായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളാൻ ഇസ്രായേലിന് അവകാശമുണ്ട്. ഒക്ടോബർ 7-ന് നടത്തിയ കിരാതമായിട്ടുള്ള ആ നടപടിക്കെതിരായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണിത്. അതുകൊണ്ട് ഏതെങ്കിലും രാജ്യത്ത് ഹമാസ് നേതാക്കൾ ഉണ്ട് എന്ന് കരുതി ആ രാജ്യത്തിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ ഖത്തറിനെതിരെ നടന്നിരിക്കുന്ന ആക്രമണത്തെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അല്പം മുമ്പ് നെതന്യാഹുവിൻ്റെതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും ആളുകളെ പുറന്തള്ളാനും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയും ഇത്തരമൊരു നടപടിക്കുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആദ്യം തെക്കൻ ഗസയിലേക്കും അതിന് മവാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പലസ്തീനികളെ ഒരുമിച്ച് മാറ്റുക, അവിടെ നിന്ന് സമ്മർദ്ദത്തിലൂടെ പലസ്തീനികളെ ഗസയ്ക്ക് പുറത്തേക്ക് പുറന്തള്ളാനുള്ള വളരെ ഗൂഢമായിട്ടുള്ള ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഇന്ന് ചേർന്നിരിക്കുന്ന യോഗം കൈക്കൊണ്ടത് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് വെസ്റ്റ് ബാങ്കിലെ E1 കുടിയേറ്റ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം കൂടി ഇന്ന് ചേർന്നിരിക്കുന്ന മന്ത്രിസഭാ യോഗം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വെസ്റ്റ് ബാങ്ക് പ്രവിശ്യയിൽ ഏതാണ്ട് ഒരു 8,000-ഓളം വസതികളെങ്കിലും അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ പണിയാനുള്ള ആ നീക്കവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ജെറൂസലേം ഉൾപ്പെടെയുള്ള ഗവർണറേറ്റുകൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുക, പരമാവധി അറബ് രാജ്യങ്ങളിൽ നിന്ന് തങ്ങളുടെ പ്രദേശങ്ങൾ തങ്ങളുടേതായിട്ട് ഇസ്രായേൽ അവകാശപ്പെടുന്ന പ്രദേശങ്ങൾ വീണ്ടെടുക്കുക എന്ന ആ ഗൂഢ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഇസ്രായേൽ തീരുമാനിക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകാൻ തന്നെ അമേരിക്കയും തീരുമാനിച്ചിരിക്കുന്നു. ഒരു വർഷം ഏതാണ്ട് ഇപ്പോൾ $18 ബില്യൺ ആയുധങ്ങളാണ് ഈ ഗസയിലുള്ള ഈ ആക്രമണത്തിൽ മാത്രം അമേരിക്ക വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക ഇസ്രായേലിന് ഉറപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സൈഫുദ്ദീൻ. ശരി, MC നാസറാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.